ഇസഡ് ടെസ്റ്റ്. ഇസഡ് ടെസ്റ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തുള്ള ടെസ്റ്റ് ആണ്. ഇത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാമ്പിൾ ഒരു തന്നിരിക്കുന്ന പോപ്പുലേഷനിൽ നിന്ന് തന്നെ എടുത്തതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഒരു പോപ്പുലേഷൻ ഒരു സാമ്പിള് നമുക്കൊരു തന്നിരിക്കുന്ന പോപ്പുലേഷനിൽ നിന്നാണോ എടുത്തത് അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ രണ്ട് സാമ്പിൾസ് ഒരേ പോപ്പുലേഷനിൽ നിന്നാണോ എടുത്തത് അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇസഡ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇസഡ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കണ്ടീഷനാണ് അതൊരു ലാർജ് സാമ്പിൾ ആയിരിക്കണം. അതായത് സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആയിരിക്കണം. അതേപോലെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കണം. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ സിഗ്മ നമുക്ക് തന്നിരിക്കണം. ഇസഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എക്സ് ബാർ മൈനസ് ന്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇതിനകത്ത് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ മീൻ ആണ്. ന്യൂ സീറോ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീൻ ആണ്. എസ് സി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻസ് ആണുള്ളത്. അത് 3 കേസസിലായിട്ടാണ് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ കേസ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ സാമ്പിൾ സൈസ് സ്മോൾ ഓർ ലാർജ് n സ്മോളോ ലാർജോ ആണെങ്കിൽ അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ ബൈ √n. അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ n ലാർജോ സ്മോളോ ആണെങ്കിൽ അതായത് ലെസ് ദാൻ 30 ഓർ ഗ്രേറ്റർ ദാൻ 30 ദെൻ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ ബൈ √n. രണ്ടാമത്തെ കേസിൽ നമ്മുടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, പകരം തന്നിരിക്കുന്നത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സാമ്പിൾ ലാർജ് ആണെങ്കിൽ അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എസ് ബൈ √n. ഇനി ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നത് ടിയുടെ കേസിലാണ്. അപ്പോൾ ഇവിടെ രണ്ട് കേസസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ സിഗ്മ തന്നിട്ടുമുണ്ട്. അതേപോലെ നമ്മുടെ സാമ്പിൾ സൈസ് ലാർജോ സ്മോളോ 30ക്ക് കുറവോ കൂടുതലോ ആയിരിക്കാം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നത് സിഗ്മ ബൈ √n വെച്ചിട്ടാണ്. രണ്ടാമത്തെ കേസിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നത് സാമ്പിളിൻ്റെ ആണ്. അതായത് എസ് ആ തന്നിരിക്കുന്നത്, സിഗ്മ ഇവിടെ തന്നിട്ടില്ല. അതേപോലെ നമ്മുടെ സാമ്പിൾ ലാർജ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എസ് ബൈ √n. Our question is, it is claimed that a random sample of 100 tires with mean life of 15,269 km is drawn from a population of tires which has a mean life of 15,200 km and standard deviation of 1,248 km. Test the validity of the claim. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ റാൻഡം സാമ്പിൾ ഓഫ് 100 ടയേഴ്സ്, ദാറ്റ് ഈസ് സാമ്പിൾ സൈസ് ആണ് തന്നേക്കുന്നത് n which is equal to 100, mean life of 15,269 km. It is claimed that a random sample of 100 tires with mean life, അതായത് സാമ്പിളിന്റെ മീൻ ആണ് ഈ തന്നേക്കുന്നത്, അതായത് സാമ്പിൾ മീൻ ആണ് തന്നേക്കുന്നത്, that is 15,269 is drawn from a population of tires which has a mean life of 15,200. പോപ്പുലേഷൻ മീൻ ആണ് 15,200. പോപ്പുലേഷൻ മീൻ എന്ന് പറഞ്ഞാൽ ന്യൂ സീറോ ആണ് 15,200. അതിന്റെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നേക്കുന്നത് സിഗ്മ വിച്ച് ഈസ് ഈക്വൽ ടു 1,248. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. രണ്ട് ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഒന്ന് നൾ ഹൈപ്പോത്തിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസും. നമ്മളിവിടെ നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് ന്യൂ ഈസ് ഈക്വൽ ടു 15,200 എന്നും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കുന്നത് ന്യൂ നോട്ട് ഈക്വൽ ടു 15,200 എന്നുമാണ്. കാരണം ഇവിടെ ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ഒന്നും പറയാത്തത് കൊണ്ടാണ് ഇവിടെ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ദ വാലിഡിറ്റി ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആദ്യത്തെ നമ്മൾ ഈക്വൽ ടുവും രണ്ടാമത്തെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ആയിരിക്കും എടുക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ
സിഗ്മയും അതേപോലെ തന്നെ സാമ്പിൾ സൈസ് 100 ആണ് കിട്ടിയേക്കുന്നത്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇസഡ് ടെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇസഡ് ടെസ്റ്റ് ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ സിഗ്മയും ഉണ്ട്, അതേപോലെ n ലാർജും ആണ്. അപ്പോൾ സിഗ്മയും n ലാർജുമായിട്ട് വരുമ്പോൾ സ്റ്റാൻഡേർഡ് എററിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് എറർ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ √10. That is 1248 divided by √100. 1248 divided by 10 which is equal to 124.8. ഇനി നമുക്ക് z കണ്ടുപിടിക്കാം. z equal to x bar എന്ന് പറഞ്ഞാൽ 15269 മൈനസ് mu എന്ന് പറഞ്ഞാൽ 15200 divided by standard error that is 124.8 which is equal to 0.55. ഇത് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് z ആണ്. ഇനി നമുക്ക് അടുത്തതായി ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ അറിയേണ്ടത് ഇതൊരു 1 tailed ടെസ്റ്റ് ആണോ അതോ 2 tailed ടെസ്റ്റ് ആണോ എന്നാ. ഇവിടെ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു വന്നതുകൊണ്ട് ഇതൊരു 2 tailed ആണ്. ഇപ്പോ ഇവിടെ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഇവിടെ ഈക്വൽ ടു ലെസ് ദാൻ ഒക്കെ വരുവായിരുന്നെങ്കിൽ അതൊരു 1 tailed ആയേനെ. അങ്ങനെയാണ് നമ്മൾ 1 tailed ആണോ 2 tailed ആണോ നോക്കുന്നത്. ഇതിപ്പോ 2 tailed ടെസ്റ്റ് ആണ്. അപ്പൊ 2 tailed ടെസ്റ്റിന്റെ ടേബിൾ വാല്യൂ നോക്കണം. ടേബിൾ വാല്യൂ ഓഫ് z. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം വേണം, അതേപോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും വേണം. ഇസഡ് ടെസ്റ്റിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിലൊന്നും തരാത്തത് കൊണ്ട് നമ്മൾ 5% എടുക്കുന്നു, ദാറ്റ് ഈസ് 0.05. ടേബിൾ വാല്യൂ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ 1.96. ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാളും കുറവാണ്. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് we accept null hypothesis that is h naught. h naught എന്ന് പറഞ്ഞാൽ mu equal to 15200 എന്നതായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്ററും ടേബിൾ വാല്യൂ കുറവുമായിരുന്നെങ്കിൽ നമ്മൾ ഇത് റിജക്റ്റ് ചെയ്തേനെ. പക്ഷേ ഈ കേസിൽ കാൽക്കുലേറ്റഡ് വാല്യൂ 0.55ഉം ടേബിൾ വാല്യൂ 1.96, അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ കുറവാണ് ടേബിൾ വാല്യൂവിനെക്കാളും. അതുകൊണ്ട് തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഇസഡ് ടെസ്റ്റിന്റെ ഇത് 2 tailed ടെസ്റ്റ് ആയതുകൊണ്ട് രണ്ട് സൈഡിലും നമ്മൾ ടെയിൽ വരച്ചിരിക്കണം. അതേപോലെ ഇത് നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവൽ ഇവിടെ എടുത്തിരുന്നത് 0.05 ആണ്. രണ്ട് സൈഡിലും ഉള്ളത് കൊണ്ട് തന്നെ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 0.05 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 0.025. ഇവിടെയും 0.025 ആയിരിക്കും, ഇവിടെയും 0.025 ആയിരിക്കും. അതേപോലെ ഇസഡ് എന്ന് പറയുന്ന അതിന്റെ ടേബിൾ വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് ഇത് നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് -1.96ഉം ഇസഡ് ഈസിക്കൽ ടു 1.96. ഇത് പോസിറ്റീവ് സൈഡ് ആയതുകൊണ്ട് 1.96ഉം. ഇതായിരിക്കും നമ്മുടെ അക്സെപ്റ്റൻസ് റീജിയൻ. Our next question is, a stenographer claims that she can take dictation at the rate of 120 words per minute. Can we reject her claim on the basis of 100 trial in which she demonstrates a mean of 116 words with a standard deviation of 15 words? Use 5% level of significance. ഇതിനകത്ത് ഈ 120 എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീൻ ആണ്. അതായത് എ സ്റ്റെനോഗ്രാഫർ ക്ലെയിംസ് ദാറ്റ് ഷീ ക്യാൻ ടേക്ക് ഡിക്റ്റേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 120 വേർഡ്സ് പെർ മിനിറ്റ്. ക്യാൻ വി റിജക്ട് ഹെർ ക്ലെയിം? അതായത് അവൾക്ക് 120 വേർഡ്സ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതാണ്. അത് നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു 120. അതേപോലെ ക്യാൻ വി റിജക്ട് ഹെർ ക്ലെയിം ഓൺ ദ ബേസിസ് ഓഫ് 100 ട്രയൽ. 100 ട്രയൽസ് എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 100. ഇവിടെ സാമ്പിൾ സൈസ് ആണ് 100. ഇൻ വിച്ച് ഷീ ഡെമോൺസ്ട്രേറ്റ് എ മീൻ ഓഫ് 116 വേർഡ്സ്.
അതായത് അവിടെ സാമ്പിൾ മീൻ ആണ് 116. She demonstrates a mean of 116 words with a standard deviation of 15. That is sample standard deviation ആണ് തന്നേക്കുന്നത്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ലെറ്റർ എന്ന് പറഞ്ഞാൽ എസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 15, സ്മോൾ എസ്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ആദ്യം തന്നേക്കുന്നത് 120 എന്ന് പറയുന്ന ഇവിടുത്തെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അത് കഴിഞ്ഞ് 100 സാമ്പിൾ സൈസ് ഇൻ വിച്ച് ഷീ ഡെമോൺസ്ട്രേറ്റ് എ മീൻ ഓഫ് 116. ഡെമോ കാണിക്കുകയാണ്, അത് ഇത്രയും ചെയ്യാൻ പറ്റും. അതായത് സാമ്പിൾ ആണ് 116 എന്ന് പറയുന്നത്, അതായത് സാമ്പിൾ മീൻ ആണ് 116 വിത്ത് എ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 15. ഇതിനകത്ത് നമ്മൾ രണ്ട് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തിസിസ്, ഹിയർ നൾ ഹൈപ്പോത്തിസിസ് mu equal to 120 and alternative hypothesis mu not equal to 120. ഇവിടെയും ഗ്രേറ്റർ ദാനോ ലെസ് ദാനെ കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എടുക്കാം. ഇതും അപ്പോൾ ഒരു 2-tailed ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ 2-tailed ടെസ്റ്റ്. ഇസ് എ ടെസ്റ്റിന്റെ ഇക്വേഷൻ എക്സ് ബാർ മൈനസ് ന്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അടുത്തതായി നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല. ആകെ തന്നിട്ടുള്ളത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സാമ്പിൾ സൈസും ആണ്. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസും സാമ്പിൾ ലാർജും ആണെങ്കിൽ, അതായത് സാമ്പിൾ ലാർജ് എന്ന് പറഞ്ഞാൽ 30 കൂടുതൽ, ഇവിടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ സാമ്പിൾ സൈസ് കൂടുതലാണ്. അതേപോലെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പിൾ എററിന്റെ ഇക്വേഷൻ ആണ് S/√10. Z ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറയുന്ന 116 മൈനസ് ന്യൂ 120 ഡിവൈഡഡ് ബൈ സാമ്പിൾ എറർ. നമ്മൾ സാമ്പിൾ എറർ കണ്ടുപിടിക്കണം. S/√10 which is S 15/√10 √100, that is 15/10 which is equal to 1.5. Z is equal to 116 minus 120 divided by standard error 1.5 which is equal to minus 2.66. Z ടെസ്റ്റിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. അതേപോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ 5% എടുക്കുന്നു, അതായത് 0.05. ടേബിൾ വാല്യൂ ഓഫ് Z, ടേബിൾ വാല്യൂ 1.96 ആണ്. ഇത് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് Z ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 2.66ഉം ടേബിൾ വാല്യൂ 1.96 ആണ്. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് ഗ്രേറ്റർ. ഇവിടെ നമ്മൾ മൈനസ് നോക്കത്തില്ല. 2.66 ഗ്രേറ്റർ ദാൻ 1.96. ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ we reject the null hypothesis. We reject the null hypothesis. അതായത് നമ്മൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുന്നു. ന്യൂ നോട്ട് ഈക്വൽ ടു 120. അതായത് നമ്മൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയ ന്യൂ നോട്ട് ഈക്വൽ ടു 120 ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ആ കുട്ടിക്ക് 120 വേർഡ്സ് ഒരു മിനിറ്റിൽ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഇതിന്റെ ഗ്രാഫ്. ഇത് അക്സെപ്റ്റൻസ് റീജിയൻ ആണ്. ഇത് 2-tailed ആയതുകൊണ്ട് രണ്ട് സൈഡിലോട്ട് നമ്മൾ ടെയിൽ വരച്ചിരിക്കണം. അതേപോലെ ഇതിന്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. 0.05 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 0.025. ഇവിടെയും 0.025. Z ഈസ് ഈക്വൽ ടു, ഇത് നെഗറ്റീവ് സൈഡിലായതുകൊണ്ട് Z ഈസ് ഈക്വൽ ടു മൈനസ് 1.96. ഇവിടെ Z ഈസ് ഈക്വൽ ടു 1.96. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്ത ഈ രണ്ട് പ്രോബ്ലവും സിംഗിൾ മീൻ്റെ കേസാണ്. അതായത് ഒരു സാമ്പിൾ തന്നിരിക്കുന്ന ഒരു ഗിവൺ പോപ്പുലേഷനിൽ നിന്നാണോ എടുത്തേ അല്ലയോ നോക്കുന്നതാണ്.